ഒമാൻ കണ്ട ഏറ്റവും വലിയ കലാമേള ഹേൽ പ്രിൻസ് പാലസിൽ നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട സ്വാഗത സംഘ ഭാരവാഹികൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ്? തീർച്ചയായും നാഷണൽ സാഹിത്യോത്സവം എന്ന് പറയുമ്പോൾ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നതാണ്. അപ്പോൾ അത്രയും ആളുകൾ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സെലാലിൽ 2 ബസ്സുകളും അതിന് പുറമെ മറ്റ് സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിയ ആളുകൾ വരുന്നുണ്ട്. അതുപോലെ ബൊറൈമി, സോഹാർ, ഒമാന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം എല്ലാം ഇവിടെ റെഡിയാണോ? ഒരു ദിവസം നിൽക്കുന്ന സമയത്ത് അവർക്ക് എല്ലാ സമയത്തേക്കുള്ള ഭക്ഷണം, അതേപോലെ ഈവനിങ്ങിലുള്ള സ്നാക്സ്, കടികൾ, ചായ കാര്യങ്ങൾ, അതേപോലെ രാത്രിക്ക് ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കുള്ള ആയിരക്കണക്കിന് ആളുകളെ ഭക്ഷണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. 300-ൽ പരം മത്സരാർത്ഥികളാണുള്ളത്. അതിന് എത്രമാത്രം സ്റ്റേജുകളും സംവിധാനങ്ങളും ഇവിടെ അവൈലബിൾ ആയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് 10ഓളം സ്റ്റേജുകൾ നമുക്ക് സ്റ്റേജിലും പരിപാടി നടന്നുകൊണ്ടിരിക്കും. RSC ഒമാൻ നാഷണൽ സാഹിത്യോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയാണെന്നാണ് സ്വാഗത സംഘത്തിലെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ പറയുന്നത്.